ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് ജി ആർ. പൂജവെപ്പും നവരാത്രിയൊക്കെ വരികയല്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് പലയിടങ്ങളിലും ഫുൾ അലങ്കരിച്ചേക്കാണ് കേട്ടോ. അതിലെ മെയിൻ പാർട്ടാണ് നമ്മുടെ പൂജപ്പുര സരസ്വതി മണ്ഡപം അമ്പലമൊക്കെ. സോ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വ്ലോഗ് ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരുക്കമാണ് ഈ നടക്കുന്നത്. ആദ്യം വിചാരിച്ച് നല്ല മോഡേൺ ആയിട്ട് പോകുന്നു, പിന്നെ വിചാരിച്ച് നമുക്ക് കുർത്തയിലോട്ട് മാറുന്നു. അങ്ങനെ ഇതാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഫ്രഷപ്പ് ആയിട്ട് ഇറങ്ങി ഇനി അടുത്ത കലാപരിപാടിയാണ് നടക്കുന്നത്. ലാസ്റ്റ് സെലക്ട് ചെയ്ത അറ്റയർ ഇതാണ്. ഇത് രേഷ്മ എനിക്ക് ഓണത്തിന് വാങ്ങി തന്നതാ. അപ്പൊ നമ്മള് നോർമലായിട്ട് പുറത്തു പോകുന്നത് കൊണ്ട് നമുക്ക് മേക്കപ്പ് ഒന്നും വേണ്ട. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് മോയ്സ്ചറൈസർ ഇടാം. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈ ലാക്മിയുടെ ആണ്. ലാക്മി പീച്ച് മിൽക്ക്. ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ ബാത്റൂമിൽ വെച്ച് തന്നെ ചെയ്യും. അത് ഞാൻ വാസ്ലിന്റെ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും വേണ്ട. ഇത് എൻ്റെ ഒരു ബോഡി ലോഷൻ ആണ്. ഇത് മറിയം എന്ന് പറയുന്ന പപ്പ കൊണ്ടുവന്നതാണ്. ബഹറിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മണമാണ്. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് അങ്ങനെ എല്ലാ മണങ്ങളും പറ്റൂല. ഈ മണം എനിക്ക് ഓക്കെ ആയി. ഇതെന്റെ ഒരു ലിപ് കെയർ ആണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ലിപ്പ് എപ്പോഴും ഭയങ്കര പിഗ്മെന്റഡാ. നമുക്ക് ലിപ്സ്റ്റിക് ഇടും. ഇത് എൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ്. മാർസിന്റെ ആണ്. ഐ ആം ഡ്രമാറ്റിക് 24. അതാണ് ഇതിന്റെ ഷെയ്ഡ്. നമുക്കൊരു പൊട്ടിട്ടേക്ക്. മുടി ഇപ്പൊ നമുക്ക് കെട്ടി വെക്കാം. കുറച്ച് കഴിയുമ്പോ എനിക്ക് തലവേദന എടുക്കും. അപ്പൊ അഴിച്ചിടാം. അപ്പം ഊബർ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി രേഷ്മയുടെ അടുത്തോട്ട് പോയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാൻ. അങ്ങനെ ഊബർ എടുത്തിട്ട് രേഷ്മയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിയെ ലൈറ്റൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് രേഷ്മയുടെ അടുത്ത് എത്തി. ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ ഏജ് ആയാലും ഇങ്ങനെ ലൈറ്റുകളൊക്കെ കണ്ടാൽ നമ്മൾ നല്ല കൗതുകത്തോടെ നോക്കി നിൽക്കുമല്ലേ. എനിക്ക് അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? സൂര്യചേട്ടൻ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഇനി ഞങ്ങൾ 4 പേരും കൂടെ അങ്ങോട്ട് കയറാൻ പോവാ കേട്ടോ. നവരാത്രി മഹോത്സവം ഒക്ടോബർ 2 വരെയുണ്ട്. സോ പറ്റുന്നവരെല്ലാവരും വന്ന് കാണുക. ഒരിക്കലും മിസ് ചെയ്യരുത്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് സരസ്വതി മണ്ഡപത്തിലാണ്.
ചെന്ന് കയറിയപ്പോൾ കണ്ടതേ ഫ്ലൈയിങ് ബോട്ടാണ്. എനിക്കിതൊക്കെ ഭയങ്കര പേടിയാട്ടോ. നിന്നെ അതിനകത്ത് കേട്ടിട്ടേ. അങ്ങനെ ഇതാണ് കേട്ടോ സ്റ്റാളിൻ്റെ തുടക്കം. ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള സ്റ്റാളുകളിൽ നിന്നൊന്നും വാങ്ങാറില്ല, അധികം പർച്ചേസ് ചെയ്യില്ല. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വാങ്ങിയുള്ളൂ. പിന്നെ തേജ് ഉള്ളതുകൊണ്ട് അവന് ടോയ്സ് വാങ്ങും. ഇങ്ങനെ നോർമലി വാങ്ങാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കമ്മലായിക്കോട്ടെ, മാല, വള എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ട് സാധനങ്ങളുണ്ട്. ആക്ച്വലി അതെല്ലാം നല്ല അട്രാക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ അവിടെ അട്രാക്ഷനിൽ വീഴരുത്. പിന്നെ നമ്മളുടെ പഴയ സ്കൂൾ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് മിഠായികൾ അവിടെ ഉണ്ട് കേട്ടോ. പഴയകാല മിഠായികൾ, നമ്മുടെ തേൻ മിഠായി, ജീരക മിഠായി, നാരങ്ങ മിഠായി, പഞ്ഞി മിഠായി, അങ്ങനെ കുറേ സാധനങ്ങൾ. അതൊക്കെ വന്നപ്പോൾ ഒരു നൊസ്റ്റു ഫീലായി. പിന്നെ എനിക്ക് കൗതുകം തോന്നിയൊരു മുട്ടയാണ് കേട്ടോ ഇത്. ഗോൾഡൻ കവറിൽ റാപ്പ് ചെയ്ത് വെച്ചേക്കാണ് ആ ചോക്ലേറ്റ്. പിന്നെ അതെ ഈ മുട്ടായും, ഇത് രണ്ടുമാണ് ഒരു വെറൈറ്റി ഫീൽ ചെയ്തത്. പിന്നെ നോർമലുള്ള സ്റ്റാളുകളിലെ പോലെ തന്നെ കുറേ വെറൈറ്റി പിക്കിൾസ് ഉണ്ട്. പിന്നെ കൈത്തറി കട, ഫുൾ സെറ്റ് സാരിയുടെ കൈത്തറി, അത് 3 999 അങ്ങനെയൊക്കെ. ചെരുപ്പ് കടകൾ, ഫാൻസി സ്റ്റോറ്, ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ വന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. കൊള്ളാം. ഫാൻസി സ്റ്റോറിലാണെങ്കിലും ഒക്കെ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെയുണ്ട്. ഞാൻ പിന്നെ റേറ്റുകളൊന്നും ചോദിക്കാൻ നിന്നില്ല, ഞാനൊന്നും വാങ്ങാറില്ല അതുകൊണ്ട്. പിന്നെ അവിടെ അത്യാവശ്യം ഡ്രസ്സുകൾക്കൊക്കെ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ കോട്ട് സെറ്റിനാണെങ്കിലും പലാസോ പാൻറ്റും അല്ലാത്ത നോർമൽ പാൻസിനൊക്കെ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട്. മമ്മി എന്താ വാങ്ങിയേ? അയ്യോടാ കുഞ്ഞി വാവ. മമ്മിയെ പോലെ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ സ്റ്റോളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രേഷ്മയ്ക്ക് എവിടെ പോകണം, അപ്പോൾ അതുകൊണ്ട് അവൾ പോയിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് ഞാൻ കണ്ടു, അപ്പോൾ എനിക്ക് അതിൽ കയറണം. സോ രേഷ്മ പോയിട്ട് വന്നപ്പോൾ വല്യമ്മച്ചിയുടെ മോളാണ് കേട്ടോ ഇത്. ഗോപിക എന്നാണ് പേര്, നമ്മൾ ചിപ്പി എന്നാണ് വിളിക്കണേ. അപ്പം അവൾ വന്നപ്പോൾ ചിപ്പി ചേച്ചിയായിട്ടാണ് വന്നത്. ആദ്യം എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ ചിപ്പേച്ചി പറഞ്ഞു തന്നു മരണക്കിണറാണെന്നുള്ളത്. ഞാൻ ടി വിയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഹൈറ്റൊക്കെ ഭയങ്കര പേടി ഇത് കാണാനും. അപ്പം രേഷ്മയും മോനും പോവുകയാണ്. ഞാനും ചിപ്പി ചേച്ചിയും രണ്ടുപേർക്കും പേടിയായതുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ വീഡിയോ മസ്റ്റ് ആയതുകൊണ്ട് എടുക്കാൻ പറഞ്ഞു രേഷ്മയോട്. ആൻഡ് ഫൈനലി ഞാൻ ഗോസ്റ്റ് ഹൗസിലോട്ട് കയറുകയാണ് കേട്ടോ. ആദ്യം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നെ എനിക്ക് പേടിയായി. ഇനി നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ കരച്ചിൽ മാത്രം. മുന്നേ പോ, അങ്ങോട്ട് ആൾക്കാർ വരുന്നത്.
വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഞാനും പേടിച്ചു, അവനും പേടിച്ചു. അങ്ങനെ ഗോസ്റ്റ് ഹൗസിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ചേരി ഇരുന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞത്. അവൻ്റെ ടോയ് കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.